നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം രാജിവെച്ചു. രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. ബിജെപി പിന്തുണയോടെ പുതിയ സർക്കാർ രൂപീകരിക്കും. ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ബീഹാറിലെ 19 കോൺഗ്രസ് എംഎൽഎമാരിൽ ഭൂരിപക്ഷം പേരെയും കാണാനില്ലെന്നാണ് വിവരം. എംഎൽഎമാർ ബിജെപിയിൽ ചേരുമെന്നാണ് സൂചന. സിബി ജോസഫ് ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ സമഗ്ര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, ഒടുവിൽ നാടകാന്തം ഇപ്പോൾ നിതീഷ് കുമാർ ബിജെപി പാളയത്തിൽ തിരികെ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. വലിയ ഞെട്ടലൊന്നുമില്ല എന്ന് ഇന്ത്യ മുന്നണി പറയുന്നുണ്ട്. പക്ഷേ മഹാഗഠബന്ധൻ തകർന്നു എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉയരുന്നില്ല എന്നാണ് നിതീഷ് കുമാറിന്റെ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള പ്രതികരണം. എങ്ങനെ രാഷ്ട്രീയമായി ഇതിനെ നോക്കിക്കാണുന്നു? കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. കാവ്യ, തീർച്ചയായും അഭ്യൂഹങ്ങൾക്കും നാടകങ്ങൾക്കും ഒരു വിരാമമായിരിക്കുന്നു. നിതീഷ് കുമാർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. നിതീഷ് കുമാർ NDA പാളയത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ദിവസങ്ങൾ നീണ്ടു നിന്ന അഭ്യൂഹങ്ങളും നാടകങ്ങളുമായിരുന്നു. എന്തായാലും ഈ ഏറ്റവും ഒടുവിലായി ആ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബീഹാറിലെ മുഖ്യമന്ത്രിയായി വീണ്ടും NDAയുടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വീണ്ടും എത്തുന്നു. ഇന്നിപ്പോൾ രാവിലെ നിയമസഭാ കക്ഷി യോഗം ചെയ്തതിനു ശേഷമായിരുന്നു രാജ്ഭവനെത്തി ഗവർണറെ നിതീഷ് കുമാർ നേരിട്ട് കാണുകയും പിന്നീട് രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളുമായി നിതീഷ് കുമാർ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ മുന്നണി തൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ല, മാത്രമല്ല മഹാസഖ്യം സംസ്ഥാനത്ത് വളരെ ദയനീയമായ അവസ്ഥയിലാണ്. ആ ഒരു സാഹചര്യത്തിൽ താൻ മുന്നണി വിടുന്നു എന്നുള്ള ഒരു കാരണമാണ് നിതീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ അധികാരത്തിന് വേണ്ടി എപ്പോഴും അവസരവാദിയായി പ്രവർത്തിക്കുന്ന ആളാണ് നിതീഷ് കുമാർ. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഈ മഹാസഖ്യത്തെ തന്നെ പുലർത്തുന്നതും. NDAയിൽ നിന്നും മാറുന്നതല്ല നിലയും ആദ്യമായിട്ടല്ല. അധികാരത്തിന് വേണ്ടി പലതവണ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇപ്പോൾ 3ാം തവണയാണ് നിതീഷ് കുമാർ വീണ്ടും NDAയിലേക്കും മഹാസഖ്യത്തിലേക്കും മാറി ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടി മാറുന്നതും. എന്തായാലും ഇത്തവണ ഇപ്പോൾ ഈ വെറും 18 മാസം മാത്രം നീണ്ടുനിന്ന ഈ മഹാസഖ്യത്തിൻ്റെ ഈ ഒരു സർക്കാരിനെ പുലർത്തിക്കൊണ്ട് നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകളും സർക്കാർ രൂപീകരണവുമാണ് ഇനി ബീഹാറിൽ തകൃതിയായി നടക്കുന്നത്. ഇന്നിപ്പോൾ ദില്ലിയിൽ നിന്നും നേരത്തെ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പുറപ്പെട്ടു കഴിഞ്ഞു. വൈകിട്ട് 3:30 അദ്ദേഹം പട്നയിലെത്തും. കൂടാതെ BJP MLAമാർ നിതീഷ് കുമാറിന്റെ വസതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മന്ത്രിസഭാ രൂപീകരണവും വകുപ്പുകൾ സംബന്ധിച്ച എല്ലാത്തിനെയും ഒരു ധാരണ അവർ നേരത്തെ തന്നെ ആക്കിയിരുന്നു. ഈ ധാരണ എവിടെ എന്നൊരു വലിയ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായും BJP പാളയത്തിലേക്ക് അവരും മറുകണ്ഠം ചാടി എത്തുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും 17 കോൺഗ്രസ് MLAമാരെ ഈ ഘട്ടത്തിൽ കാണാനില്ല എന്നത് തന്നെയല്ലേ? തീർച്ചയായും അത് മറ്റൊരു ട്വിസ്റ്റാണ്. കാരണം ബീഹാറിലെ 19 കോൺഗ്രസ് MLAമാരാണ് ബീഹാറിനുള്ളത്. ആ 19 കോൺഗ്രസ് MLAമാർ വെച്ചുകൊണ്ട് ഇന്നലെ ഒരു നിയമസഭാ കക്ഷി യോഗം ഈ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് വിളിച്ചെങ്കിലും 5 MLAമാർ മാത്രമാണ് പങ്കെടുത്തത്. അതേ തുടർന്ന് ഈ നിയമസഭാ കക്ഷി യോഗം ഇന്ന് രാവിലെ 11:30 ചേരാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെയും 11:30 ഒരു MLAമാർ പോലും എത്തിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും 1 മണിയിലേക്ക് ഈ ഒരു നിയമസഭാ കക്ഷി യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് MLAമാരെ കാണാനില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം, ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വം ഈ MLAമാരെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ബീഹാറിലും ഓപ്പറേഷൻ താമര വഴി BJP ഈ കോൺഗ്രസ് MLAമാരെ സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറ്റി എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം ബീഹാറിലെ 10 കോൺഗ്രസ് MLAമാർ BJPയിലേക്ക് ചേക്കേറുന്നു, അല്ലെങ്കിൽ BJP ചാക്കിട്ട് പിടിച്ചിരിക്കുന്നു എന്നെല്ലാ നിലയും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആശങ്കയിൽ കോൺഗ്രസ് ഇങ്ങനെ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തത്. പക്ഷേ ആ നിയമസഭാ കക്ഷി യോഗത്തിന് 19 MLAമാരും എത്തിയില്ല. വെറും 5 MLAമാർ മാത്രമാണ് ഇന്ന് എത്തിയത്. ഇന്ന് ആരെയും ഈ 19 കോൺഗ്രസ് MLAമാരിൽ ഭൂരിഭാഗം വരെയും, പ്രത്യേകിച്ച് 9 MLAമാരെ കുറിച്ച് ഒരു സൂചനയും കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. എന്തായാലും ഓപ്പറേഷൻ താമര വഴി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP എല്ലാ സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് കോൺഗ്രസ് MLAമാരെ എല്ലാ നിലയും ചാക്കിട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്ക് മുൻപും അനുഭവമുണ്ട്. ഇതിപ്പോൾ ബീഹാറിൽ പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ മറ്റൊരു ടെസ്റ്റ് കൂടി നടക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ദേശീയ തലത്തിൽ പോലും വളരെ വലിയൊരു വീഴ്ചയും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇന്ന് എങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ബീഹാർ മാറുന്നു.